സുകുമാരക്കുറുപ്പ് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്ത് മാന്യമായ വരുമാനം നേടുന്നു. എന്നാൽ അത്യാഗ്രഹം കാരണം ഇന്ത്യയെ ഞെട്ടിച്ച ഒരു കുറ്റകൃത്യം ചെയ്യുകയും പിന്നീട് കാണാതാവുകയും ചെയ്ത ഒരു മനുഷ്യൻ. തന്റെ മരണം വ്യാജമായി ഉണ്ടാക്കി 8 ലക്ഷം ഇൻഷുറൻസ് തുകയായി സ്വന്തമാക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. എന്നാൽ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശരീരം ആവശ്യമായിരുന്നു. കുറുപ്പ്, ഭാര്യ സഹോദരൻ ഭാസ്കരപിള്ള, ഡ്രൈവർ പൊന്നപ്പൻ എന്നിവരോടൊപ്പം ചേർന്ന് തന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. കുറുപ്പിന് സമാനമായ ഉയരവും രൂപവുമുള്ള ഒരാളെയാണ് അവർ ഇരയാക്കിയത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സിനിമാ പ്രതിനിധിയായ ചാക്കോ എന്ന വ്യക്തിയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ചാക്കോയ്ക്ക് വെള്ള അംബാസഡർ കാറിൽ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു. ഈ യാത്ര തന്റെ അവസാനത്തെ യാത്രയാകുമെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അകത്ത് കടന്ന കുറുപ്പും കൂട്ടരും ചാക്കോയെ തുണികൊണ്ട് കഴുത്തു ഞെരിച്ചു. അവന്റെ നിലവിളി അടക്കി. മിനിറ്റുകൾക്കകം അയാൾ മരിച്ചു. മൃതദേഹം ആരും തിരിച്ചറിയാതിരിക്കാൻ പെട്രോളൊഴിച്ച് കാർ കത്തിച്ച ശേഷം മാവേലിക്കരയിലെ ഒരു വിദൂര സ്ഥലത്ത് ഉപേക്ഷിച്ചു. കത്തിക്കരിഞ്ഞ മൃതദേഹം സുകുമാരക്കുറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കും അദ്ദേഹത്തിന്റെ കുടുംബം ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യും എന്ന് അവൻ ചിന്തിച്ചു. പോലീസ് എത്തിയപ്പോൾ അപകടം സംഭവിച്ചതാണെന്ന് കരുതി. പക്ഷേ അവർക്ക് എന്തോ പന്തികേട് തോന്നി. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടുകാർ ഓടിയെത്താറുണ്ട്. എന്നാൽ ഇവിടെ കുറുപ്പിന്റെ കുടുംബം എത്തിയില്ല. ആഴത്തിലുള്ള അന്വേഷണത്തിൽ അപകടത്തിന്റെ സൂചനകളൊന്നും കണ്ടെത്താനായില്ല. പകരം തീപിടുത്തത്തിനു മുമ്പ് ഇര കൊല്ലപ്പെട്ടതായി പോലീസ് തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ മൃതദേഹം കുറുപ്പിന്റെതല്ല ചാക്കോയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കുറുപ്പിന്റെ ഡ്രൈവറും ഭാര്യാസഹോദരനും ഉൾപ്പെടെയുള്ള കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ കുറ്റം സമ്മതിച്ചു. 40 വർഷത്തിലേറെയായി പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്റർപോളും പോലും അവനെ തിരയുന്നു. ഇന്നും കേരള പോലീസ് ഇയാളുടെ കേസ് ഫയൽ തുറന്നുവച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പിടിക്കപ്പെടാത്ത കള്ളന്മാരിൽ ഒരാളാണ് സുകുമാരക്കുറുപ്പ്.